അപ്പോൾ ഇവർ 2-3 പേര് അവർക്ക് നേരത്തെ മ്യൂസിക് ചെയ്യാൻ വന്നിരുന്നു, പക്ഷെ അതൊന്നും സെറ്റായില്ല. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു അതെങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത് അയച്ചിട്ട് സാറിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഇന്നാവാം. അതായത് ഇതൊരു പീരിയോഡിക് ഡ്രാമയാണ്, പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന സിനിമയാണ്. അപ്പോൾ അത് ആ സമയത്ത് നടന്നിട്ടുള്ള കഥ അത് അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ ചിത്രീകരിക്കാൻ ഡയറക്ടറുടെ POV ആണ്. ഇപ്പോൾ ഹിറ്റായ 2 മൂവിയിലും പഴയ പാട്ടല്ലേ? മഞ്ഞുമല്ല്, കൺമണി, ഇപ്പൊ ഇളയരാജ സാർ സരി സരി മരി സരി സരി മരി സരി സരി മമരി റിമപ മപദ സാസ സാസ ദസരി മഗരി റിമപ. ഡാലിയ കൂടാരം വേണം, കൂട്ടിനൊരു ജാഫോഡിൽ വേണം, മുന്തിരി പൂന്തോപ്പിൽ വാഴാൻ ഒത്തിരി സ്വപ്നങ്ങൾ വേണം. കൂട്ടുവരുമോ ചിട്ടിക്കുരുവികളെ. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മായം എന്ന സിനിമയുടെ നായകനും മ്യൂസിക് ഡയറക്ടറും. വെൽക്കം ടു മാജിക്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഇടുകയാണ്. എന്താ തോന്നുന്നു? സന്തോഷമുണ്ടോ? പിന്നെ ഭയങ്കര ത്രില്ലാണ്. ത്രില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ്, പാട്ടുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവിയാണ്. അതായത് ഇമ്പോർട്ടൻസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെമി ക്ലാസിക് പുള്ളോ പാട്ട് കേട്ടിട്ടുണ്ടോ? പുള്ളോ പാട്ട്, പുള്ളോ പാട്ട്, നാവൂർ പാട്ട്, പിന്നെ കളമെഴുത്ത് പാട്ട്, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ട്രഡീഷണൽ ഇത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരിച്ചു വരികയാണ്. അത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന ട്രഡീഷണൽ പാറ്റേൺ കുറച്ചുകൂടെ മോഡേൺ ആണ്. ഇത് ശരിക്കും പഴയ കാലത്തെ അങ്ങനെ അതേപോലെ അപ്പൊ അരുണിന്റെ ഫസ്റ്റ് മൂവിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവിയുടെ എക്സ്പീരിയൻസ്? ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ പറയാമോ? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള അവസരം ലഭിച്ചത്. ക്യാരക്ടർ മാക്സിമം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പൂതിരി യുവാവ് എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെയാണ് അങ്ങനെയായി എന്നുള്ളത് ഏകദേശം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ അതെന്താ പറയുക കറക്റ്റ് ആണ്. ഇനി അതിനകത്ത് വേറൊരാളെ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും കണ്ടിട്ടുള്ള ആളുകൾ പിന്നെ മ്യൂസിക്കാണ് എന്നെ ബൂസ്റ്റ് ചെയ്യുക. പറയുന്നത് ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ സിനിമയില് ഭയങ്കര ഫേമസ് ആയിട്ടൊരു നമ്പൂതിരി ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഫേമസ് പാട്ടില്ല, ഓടക്കുഴ വിളിക്കട്ടോ. അതേപോലെ തീർച്ചയായിട്ടും അതുപോലെ വരാൻ നല്ല കട്ടിയും വരട്ടെ. അത് ഭയങ്കര നോട്ട് ചെയ്തൊരു നമ്പൂതിരി ഒരു പാവം നമ്പൂതിരി ചിക്കനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗായകനാണോ? കണ്ട അങ്ങനെ തോന്നുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രഡീഷണൽ മ്യൂസിക്കും പഴയതായി പോയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും തിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാലും മ്യൂസിക് ഇപ്പോൾ ഒരു മൂവിയിൽ മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സിനിമ അല്ലെങ്കിൽ ആ കഥ എല്ലാം മനസ്സിലാക്കി. തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഡയറക്ടറും നവീൻ DOP, ഡയറക്ടർ രമേശ് കോരമംഗല. അപ്പോൾ ഇവർ 2-3 പേര് അവർക്ക് നേരത്തെ മ്യൂസിക് ചെയ്യാൻ വന്നിരുന്നു, പക്ഷെ അതൊന്നും സെറ്റായില്ല. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത് അയച്ചിട്ട് സാറിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഇന്നാവാമെന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇതിനകത്ത് നാവൂർ പാട്ട്, പുള്ളോ പാട്ട്, അതെല്ലാം ആക്ച്വലി ട്രഡീഷണൽ നമ്മൾ റെഫർ ചെയ്തപ്പോൾ സിമ്പിളായിട്ട്, കാരണം ഒരേ ട്യൂണാണ്, അതിങ്ങനെ ലിറിക്സിൽ വ്യത്യാസം വരും അവർ. അപ്പോൾ
ഈസി എന്ന് വിചാരിച്ചു. കേട്ടാ അത് പെട്ടെന്ന് ചെയ്യാം. സെമി ക്ലാസിക് എനിക്ക് ടെൻഷൻ. അപ്പോൾ അത് ആദ്യം പുള്ളി ഞാൻ ചെയ്ത് അയച്ചപ്പോഴത്തേക്ക് ഇന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നാവൂർ പാട്ടും ഉള്ളൂ പാട്ടും ചെയ്യാനിരുന്ന എനിക്ക് ഭയങ്കര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അത് ഫോക്ക് സോങ് ആയി മാറും കറക്റ്റായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ സിനിമയ്ക്കാണ്, അപ്പോൾ സിനിമാറ്റിക്കും ആയിരിക്കണം, ട്രഡീഷണൽ പോലെ ഇരിക്കാനും പാടില്ല. പിന്നെ കുറേ പാട്ടുകൾ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടു. പാട്ട് പക്ഷെ സൗണ്ടിങ് നമ്മുടെ ഈ കാലഘട്ടത്തെ സൗണ്ടിങ് വെച്ചിട്ട് ആ പാട്ട് അങ്ങനെ ചെയ്തു. ഈ കാലഘട്ടം എടുത്ത് പറഞ്ഞോണ്ട് അപ്പൊ നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ കാണുന്ന കഥകളുടെ രീതിയും പാട്ടുകളുടെ രീതിയും മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ പഴയ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാര് സ്വീകരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആൾക്കാരിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും തോന്നുന്നു? സ്വീകരിക്കല്ലേ? ഇപ്പോൾ എൻ്റെ എക്സാമ്പിളല്ലേ, ഇപ്പോൾ ഹിറ്റായ 2 മൂവിയിലും പഴയ പാട്ടല്ലേ? ഏത്? പ്രേമലു, മഞ്ഞുമല്ല്, കൺമണി, ബോർഡ്. അതിപ്പോൾ വിവാദപരമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇളയരാജ സാറ് പ്രശ്നമായിട്ടില്ലേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഉള്ള സൗണ്ടിങ്ങിൽ അങ്ങനത്തെ സോങ്സും നിങ്ങളെപ്പോലുള്ള നമ്മളെപ്പോലുള്ള നമ്മൾ യങ്സ്റ്റേഴ്സ് തന്നെയാണ് സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ സിനിമയുടെ ജോണർ വെക്കാനും കുറച്ച് മിത്ത്, അങ്ങനെ ഒരു റിലേറ്റ് പഴയ കാലത്തെ വിശ്വാസങ്ങളും അങ്ങനത്തെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആ ഒരു ടൈപ്പ് കഥ പറയുന്നതാണ്. ഇപ്പോഴത്തെ കാലത്തെ ഓഡിയൻസിനും ആ ഒരു ടൈപ്പ് കഥകളും സ്വീകരിക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പറയൂ. അതായത് ഇതൊരു പീരിയോഡിക് ഡ്രാമയാണ്, പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന സിനിമയാണ്. അപ്പോൾ അത് ആ സമയത്ത് നടന്നിട്ടുള്ള കഥ അത് അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ ചിത്രീകരിക്കാൻ ഡയറക്ടറുടെ പി ഒ വി ആണ്. അതിൽ നമ്മൾ അങ്ങനെ കൂടുതൽ അങ്ങനെയല്ല ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഡയറക്ടറുടെ പി ഒ വി ഡയറക്ടറുടെ സിനിമ. പിന്നെ അത് പ്രേക്ഷകരാണ് അവർ തീരുമാനിക്കുന്നത്. സ്വീകരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴാണ് ഫുൾ അത് കാണുമ്പോൾ തോന്നിയത് നമ്മൾ അമ്പലത്തിൽ പോകും, തൊഴും, പ്രാർത്ഥിക്കും പോലും നമ്മുടെ കാര്യങ്ങൾ ശരിയാവണേ. പക്ഷേ ഇതിനകത്ത് പുള്ളി ഒരു നമ്പൂതിരി ആണ്, ഒരു ഡയറക്ടർ. അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, ചില വാക്കുകൾ, പ്രയോഗങ്ങൾ, ഇതെല്ലാം അരുണിൻ്റെ ഡയലോഗ്സിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ അമ്പലത്തിനകത്ത് നടക്കുന്നുണ്ട് മീൻസ് അത് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്കത് അറിവായിരുന്നു. ഞാൻ വള്ളുവനാടൻ ശൈലി, അതായത് ഈ വള്ളുവനാടൻ ഒരു അതിലാണ് ഈ കഥയുടെ ഒരു ഇത് പോകുന്നത്, ആ ഭാഷാ ശൈലി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒറ്റപ്പാലമായതുകൊണ്ട് എനിക്ക് ഞാൻ അമ്പലത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കാഷ്യറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 2 വർഷം. അപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ നമ്പൂരി അവരുടെ ഒരു സംസാരവും അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു സാധനവും നമ്മളേതായ രീതിയിലൊരു സാധനം കൂടെ കയറ്റിയിട്ട് അതിനങ്ങ് പ്രസൻറ്റ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ അതിന് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ വീട് അവിടെ ആയതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് മൂവിയാണല്ലോ, അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമ ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്. ആദ്യം മുതലേ ചെറുപ്പം മുതലേ സിനിമ ഇഷ്ടമാണ്. അതായത് ഞാനൊരു ഒരാഴ്ചയിൽ 3 പടം എങ്കിലും കാണാൻ പോവാറുണ്ട്. പിന്നെ ഫിനാൻഷ്യലി കുറച്ച് അത്രയൊക്കെ കണ്ടു നമുക്ക് ഫിനാൻഷ്യലി മോശമാവും. അപ്പോൾ കുറച്ചൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഗ്യാപ്പിടുന്നല്ലാതെ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തായാലും പാഷനേറ്റ് ആവണമല്ലോ, ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കോളേജിൽ പഠിച്ചു. കോളേജിന് ശേഷം ഞാൻ സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് നിന്നു. പിന്നെ ഫിനാൻഷ്യലി വീട്ടിലെ പ്രഷർ എല്ലാം കൂടെ കാരണം നമുക്ക് ജോലി ചെയ്യേണ്ടി വന്നു. ആക്ട് രണ്ടും കൊണ്ടുപോകാം. പക്ഷേ ഇപ്പോൾ നിലവിലെ സിനിമയിൽ തന്നെയാണ് താല്പര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, അവരൊപ്പം ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അവർ നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളെന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാലും അവർ നമുക്ക് ഒരു ഊർജ്ജം തരുന്ന പോലെ നമ്മൾ കുഴപ്പമില്ല ഇങ്ങനെ ഓരോ ടിപ്സ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ സാറിനാണെങ്കിലും ആളുടെ ഒപ്പം എങ്ങനെ മുന്നേ കമ്പനി ആയിരുന്നോ?
ഇല്ല, ഞാൻ മായമ്മയിൽ വന്നിട്ടാണ് ആളോ ആവശ്യമുള്ളത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആളിപ്പം മൂവീസിൽ മുന്നേ അല്ല അരുൺ നമ്മൾ അന്ന് പരിചയപ്പെട്ടു, പൂജയുടെ അന്ന് പരിചയപ്പെട്ടു, പിന്നെ ഷൂട്ടിംഗ് സമയത്ത് ഡെയിലി. പക്ഷേ അന്നൊന്നും പുള്ളി മിങ്കിളായിട്ടില്ല. കാരണം ഞാൻ വരാറില്ലായിരുന്നു, ചെന്നൈയിലാണ് താമസം, ചെന്നൈ സിറ്റി. പക്ഷെ മൂവി വന്നപ്പോൾ പുള്ളി കട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോഴാണ് മനസ്സിലായ അടിപൊളി ഭാവിയുണ്ട്. ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട് കണ്ടാലാണ് അറിയുന്നത്. എന്താ ഔട്ട് കാണാനൊരു ടെൻഷൻ കൊണ്ടാണോ? അല്ല, അതിൻ്റെ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ സാറാണെങ്കിലും പിന്നെ കുറെ മ്യൂസിക് ഡയറക്ട് ചെയ്തു, പാട്ട് പാടാറുണ്ട്. ആ സിംഗറാണ് ബേസിക്കലി. അപ്പൊ എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ഷനിലേക്ക് വന്നത്? പിന്നെ അല്ല അതെ പറഞ്ഞാൽ നല്ല പാട്ടുകൾ ലോങ് സ്റ്റോറി നല്ല പാട്ടുകാരുടെ എണ്ണം കൂടി വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് പാട്ട് കിട്ടാനായിട്ട് ഞാൻ തന്നെ മ്യൂസിക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ആയിരിക്കും, അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടറായത്. മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് തുടങ്ങിയപ്പോൾ വേറെ സിംഗേഴ്സിന് ഞാൻ ചാൻസ് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരുണോട് പരം പാടില്ല എന്നാണ് പറഞ്ഞത്. ബാത്റൂം സിംഗിങ് പിന്നെ എൻ്റെ പാട്ട്, അതായത് ഞാൻ ഇത് ചെയ്തോണ്ടല്ലോ പുള്ളിക്ക് വേണ്ടി ഞാനാ പാടിയിരിക്കുന്നത്. കാതരമഴി എന്ന് പറഞ്ഞ പാട്ട് അത് അത്രയും തറവാക്കിയിട്ട് മനസ്സിലുണ്ട്. കാരണം അത് ലിപ്പ് കൊടുക്കണം. പിന്നെ അത് അത്യാവശ്യം പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് കേൾക്കണം. അപ്പൊ ആരാദ്യം പാടാൻ പോണത്? പാട്ട് കൂടെ പാടിയിരുന്നു. പഠിക്കാം. ഓരോരുത്തർക്കും ഓരോ ചാൻസ്. ഞാൻ കാതരമഴി പാടിയിരുന്നു. അതെല്ലാം പഠിക്കും. പകുതി കുറച്ച് ഞാൻ പാടാം. പഠിക്കും. എന്നാ മൈക്ക് വന്നിട്ട് അല്ല ഞാൻ അടുത്ത് തരളിത മമ മനമതിലലിയും പറയാനേ അനുപദമതികരലയസുരഭിലയാം കാതരമിഴീണകൾ ഇടയും തരളിത മമ മനമതിലലിയും മമ പ മഗരി ദസ ദസ നിധ പ മമ പ സരി സരി മരി സരി സരി മരി സരി സരി മമരി റിമ പ മപദ സാസ സാസ ദസരി മഗരി റിമ പ സരി സദ സദ പദ പമ പമ മഗരി സരി മ റിമ പ മപദ പൂജന വാർന്നൊരു മൃദുമുരളികയോ മനതാരതിലൊരു ഭ്രമരം. ഇതറിഞ്ഞിരുന്ന ആരുണ്ട് പാടിപ്പിക്കുന്നു. അത്ര ഇഷ്ടപ്പെട്ടു ആ സോങ്. പിന്നെ ലിറിക്സും സെമി ക്ലാസിക്. ഇതാണ് സെമി ക്ലാസിക്. അല്ലല്ലേ അടിപൊളി. ഞാൻ ശരിക്കും ഇതിന്റെ ഇത് തന്നെയാണ് ഞാനും പാടാനിരുന്നത്. അയ്യോ ലിറിക്സ് പെട്ടെന്ന് ഓർമ്മ വരും. കറുപ്പിനര അതിൽ ഞാൻ പാടിയ പോർഷൻ ആണെങ്കിൽ ഡാലിയ കൂടാരം വേണം, കൂട്ടിനൊരു ജാവോഡിൽ വേണം, മുന്തിരി പൂന്തോപ്പിൽ വാഴാൻ ഒത്തിരി സ്വപ്നങ്ങൾ വേണം, കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിട്ടിക്കുരുവികളെ, കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പുകളെ. എങ്ങനെയുണ്ട്? എന്ത് വ്യത്യാസമാണ്! അല്ല ഞാൻ പറഞ്ഞു വന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പം ഞാൻ ചെയ്ത പാട്ട് അതൊരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിലും പിന്നെ ഇതിന്റെ ലിറിക്സ് അത് വിട്ടുപോയി ഞാൻ പറയാം. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഡയറക്ടർ സാർ തന്നെയാണ്, രമേശി. നാവൂർ പാട്ട്, പുള്ളോ പാട്ട്, കളമെഴുത്ത് പാട്ട്, ക്ലാസിക്കൽ. അപ്പോൾ ഇപ്പോഴത്തെ മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും,
പാട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, എനിക്കൊന്ന് പ്രൊമോഷൻ മാത്രമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൗണ്ടിങ്ങിന് ഓക്കെ, പക്ഷേ ഇപ്പോൾ ഒരു സോങ് ഫുൾ ഉണ്ടാവും, പക്ഷേ മൂവീസിൽ വരുമ്പോൾ അത് പല്ലവിയിൽ ഒതുങ്ങിയിട്ട് പിന്നെ ഡയലോഗ്സ് ഓവർലാപ്പ് ചെയ്തു അങ്ങനെയൊക്കെ പോകും. പക്ഷേ ഈ മൂവിയിൽ അങ്ങനെയല്ല, ഇതിൽ 4 പാട്ടിനും സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഫുൾ സോങ്. നവീൻ അവിടെ ഇരിപ്പുണ്ട്, നവീൻ DOP, പുള്ളി നല്ല അടിപൊളിയായിട്ട് വിഷ്വൽ ചെയ്തിട്ടുണ്ട്. നല്ല ആ ഗ്രാമീണ, ഇപ്പോൾ കുളം, തോടുകൾ, വയൽ, ഇതെല്ലാം പുതിയ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കാണിച്ചു കൊടുക്കുക. അതെ, അല്ല ഞാൻ പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇതും സ്വീകരിക്കണം, കാണണം. അവരൊരു ക്ലീഷേ എന്ന് പറഞ്ഞ് തട്ടിക്കളയാതെ തീർച്ചയായിട്ടും കാണണം എന്നാണ്, കാണുമായിരിക്കും. അപ്പോൾ നമ്മുടെ സിനിമ ജൂൺ 7 റിലീസിന് ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവരോടും കാണണം. ഓഡിയൻസ് സിനിമ കാണണം, കാണണം. മെയിനായിട്ട് നല്ല കമൻസ് ഇടണേ പ്ലീസ്. അതാണ് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇട്ടാലേ നിങ്ങളുടെ എല്ലാവരും അല്ലേ എന്തോ തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ കാണുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.